ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്യൂസ്മാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് HS സ്റ്റുഡൻസിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. സബ് ഡിസ്ട്രിക്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ റിസോഴ്സുകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന ഒരു റിസോഴ്സ് പോർട്ടലിൻ്റെ ലോഗോ ആണിത്. 2006 അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഏത്? ഉത്തരം ഖാൻ അക്കാദമി. അടുത്ത ചോദ്യം. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഉത്തരം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT. ക്വസ്റ്റ്യൻ നമ്പർ 3. മൊബൈൽ ഡാറ്റ ടെക്നോളജിയിൽ LTE എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഡസ് ദി ടേം LTE റെപ്രസെന്റ് ഇൻ മൊബൈൽ ഡാറ്റ ടെക്നോളജി? ആൻസർ ലോങ് ടേം എവല്യൂഷൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇന്ററാക്റ്റീവ് സിമുലേഷൻ പ്രൊജക്റ്റ് ആണ് FET. ഏത് യൂണിവേഴ്സിറ്റിയുടെ പ്രൊജക്റ്റ് ആണ് FET ആരംഭിച്ചത്? ആൻസർ യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബൗൾഡർ. യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബൗൾഡർ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വതന്ത്ര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഏത്? Which free accounting software is included in the Kerala Higher Secondary Curriculum? ഉത്തരം ആൻസർ GNU Kata. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. GNU അല്ലെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽപ്പെട്ട ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൂടിയാണ് GNU Kata. അടുത്ത ചോദ്യം. IP അഡ്രസ് എന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. IP വിലാസങ്ങൾക്ക് 2 പതിപ്പുകളുണ്ട്. വേർഷൻ 4 IPv4 ആൻഡ് വേർഷൻ 6 IPv6. ഇതിൽ IPv6ൽ എത്ര ബിറ്റുകളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം 128 ബിറ്റ്സ്. അതുപോലെ തന്നെ IPv4ൽ 32 ബിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. 2023 ഏപ്രിൽ 20 പുറത്തിറങ്ങിയ ഉബുണ്ടു 23.04 പതിപ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോഡ് നെയിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ലൂണാർ ലോബ്സ്റ്റർ. ലൂണാർ ലോബ്സ്റ്റർ. വൈഫൈ പോലെയുള്ള ഒരു വയർലെസ് വാർത്താവിനിമയ സാങ്കേതിക വിദ്യയാണ് ലൈഫൈ. ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ലൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം ലൈറ്റ് ഫിഡലിറ്റി എന്നാണ്. വൈഫൈ എന്നതിൻ്റെത് വയർലെസ് ഫിഡലിറ്റി എന്നുമാണ്. അടുത്ത ചോദ്യം. ശാസ്ത്ര പരീക്ഷണങ്ങളും പ്രൊജക്റ്റുകളും ചെയ്യുന്നതിനായുള്ള ഒരു സ്വതന്ത്ര ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്കാണ് എക്സ്പൈസ്. നമ്മുടെ സ്മാർട്ട് ഫോണിനെ എക്സ്പൈസുമായി ബന്ധിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലോഗോ തിരിച്ചറിയുക. ഉത്തരം ബി ആണ് ഉത്തരം. ഓക്കെ, CLab 3.0 എന്നാണ് ഇതിൻ്റെ പേര്. അടുത്ത ചോദ്യം. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 2000 അമേരിക്കയിൽ നിലവിൽ വന്ന നിയമമാണ് കോപ്പ. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട്. ചിൽഡ്രൻസ് ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട്. അടുത്ത ചോദ്യം. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം, നമ്മുടെ സ്വന്തം കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്ത് ലാബ് പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ജിയോജിബ്ര ഉപയോഗപ്പെടുത്തിയാണ്. ജിയോജിബ്ര എന്നത് എന്തെല്ലാം പദങ്ങൾ കൂടി ചേർന്നതാണ്? ജിയോ എന്നത് ജിയോമെട്രിയും
ജിബ്ര എന്നത് ഓൾജിബ്രയും, അങ്ങനെയാണ് ജിയോ ജിബ്ര എന്ന പേര് വന്നത്. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. ലിബർ ഓഫീസ് കാൽക്കുലേറ്റ് ടെംപ്ലേറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ത്? വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദി ടെംപ്ലേറ്റ് ഫയൽ ഇൻ ലിബർ ഓഫീസ് കാൽക്ക്? ഉത്തരം OTS ആണ്. അടുത്ത ചോദ്യം. ഉപയോക്താവ് ഒരു മനുഷ്യനാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വെബ്സൈറ്റുകൾ നടത്തുന്ന പ്രതികരണ പരിശോധനയെ പറയുന്ന പേരെന്ത്? വാട്ട് ഈസ് ദി നെയിം ഓഫ് റെസ്പോൺസ് ടെസ്റ്റ് ദാറ്റ് വെബ്സൈറ്റ് പെർഫോം ടു എൻഷുർ ദ യൂസർ ഈസ് എ ഹ്യൂമൻ? ഉത്തരം ക്യാപ്ച. നമ്മുടെ സ്വന്തം എല്ലാവർക്കും അറിയുന്നതും ഓരോ സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ഈ ക്യാപ്ച കാണുന്നതാണ് അല്ലേ? ഓക്കെ, റീക്യാപ്ച ഗൂഗിൾ ആണ് മെയിനായി നടത്തുന്നത്. എച്ച് ക്യാപ്ചയും ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എസ്ഗ്രാമിൻ്റെ പൂർണ്ണരൂപം എന്ത്? വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് എസ്ഗ്രാം? ഉത്തരം സിങ്ക്രോണസ് ഗ്രാഫിക്സ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.